അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതെ, സ്റ്റഡി ടിപ്സ്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും എക്സാം ആണ്. സോ ഈ വീഡിയോ അവർക്ക് യൂസ്ഫുൾ ആവണം. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്പർ 1, ടേക്ക് ബ്രേക്സ്. Take 1 15-minute break every 50 to 90 minutes. ബ്രേക്ക് എടുക്കുന്നത് നമ്മുടെ ബ്രെയിനിനെയും ബോഡിയെയും റിലാക്സ് ആക്കുന്നു. ടിപ്പ് നമ്പർ 2, മിനിമൈസ് ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഡിസ്ട്രാക്ഷൻസ് നേരിടുന്നുണ്ട്. അപ്പോൾ ഈ മിനിമൈസ് ഡിസ്ട്രാക്ഷൻസിനെ മിനിമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുകയും സ്ട്രെസ് കുറയുകയും ചെയ്യുന്നു. ടിപ്പ് നമ്പർ 3, ഓർഗനൈസ് നോട്ട്സ്. നിങ്ങളുടെ നോട്ട്സിലേക്ക് നല്ല അടുക്കി വൃത്തിയാക്കി ഒക്കെ വെക്കുകയാണെങ്കിൽ, നല്ല ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ടൈം ലാഭം കിട്ടും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് എക്സാമിൻ്റെ ഒരു സമയത്ത് നമുക്ക് നോട്ട്സ് വേണം. നോട്ട്സ് പെട്ടെന്ന് കാണണ്ടേ, കാരണം നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മളെങ്ങനെ പഠിക്കും? സോ അതുകൊണ്ട് നിങ്ങൾ നോട്ട്സിനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തപ്പേണ്ട ആവശ്യമില്ല. നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഓർഗനൈസ് നോട്ട്സ്. ടിപ്പ് നമ്പർ 4, ടീച്ച് സംവൺ. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരാളെ പഠിപ്പിക്കുക. അപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നന്നായി പഠിച്ചൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അമ്മയോടോ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കുക. ടിപ്പ് നമ്പർ 5, സ്റ്റഡി വിത്ത് എ ഗ്രൂപ്പ്. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്നതും ഒരു കൂട്ടത്തോടെ പഠിക്കുന്നതും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഞാനിത് എല്ലാവർക്കോടും പറയുന്നില്ല, കാരണം ചിലവർക്ക് ഗ്രൂപ്പായി പഠിക്കുമ്പോഴാണ് പഠിക്കാൻ പറ്റുക. പക്ഷേ ചിലവർക്ക് ഒറ്റയ്ക്ക് സമാധാനത്തോടെ പഠിക്കുമ്പോഴായിരിക്കും പഠിക്കാൻ കിട്ടുക. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും ഈ ടിപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ എന്തായാലും പറയാണ്, നമ്മൾ ഗ്രൂപ്പായിട്ട് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻറ്റ് വരികയും നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കി മറ്റുള്ളവരോട് പറഞ്ഞു നോക്കിയിട്ട് എല്ലാത്തിനും സഹായിക്കും. സോ സ്റ്റഡി വിത്ത് എ ഗ്രൂപ്പ്. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശാന്തതയുള്ള പ്ലേസ് നോക്കിയിട്ട് പഠിക്കാം. നമ്മൾ ആരും ശല്യം ചെയ്യാത്ത അങ്ങനെയുള്ളൊരു പ്ലേസിൽ പോയിട്ട് പഠിക്കുക. ടിപ്പ് നമ്പർ 6, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണ് അവിടെ നിന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിനെ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ വരികയും ഫോണെടുത്ത് നോക്കുകയും ഈ ഫോണിൽ റീൽസൊക്കെ നോക്കിക്കൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ടൈം പോകുന്നത് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ പഠിക്കുന്ന കോൺസെൻട്രേഷൻ പോകുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ മൊബൈൽ ഫോൺ പരമാവധി നമ്മുടെ അടുത്തുനിന്ന് മാറ്റി നിർത്തുക. ടിപ്പ് നമ്പർ 7, പ്രയോറിറ്റൈസ് ക്വാളിറ്റി സ്ലീപ്പ്. അതായത് നല്ല ഉറക്കം. ഒരു കുട്ടിക്ക് മിനിമം 8 മണിക്കൂറാണ് ഉറക്കം. 8 മണിക്കൂർ കൂടിയ പ്രശ്നമില്ല, പക്ഷേ 8 മണിക്കൂർ കുറയുന്നത് നമ്മുടെ ഉറക്കത്തെ, നമ്മുടെ പഠിക്കുന്നതിനെ എല്ലാത്തിനെയും ബാധിക്കുന്നു. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മുടെ ഒരു സെൽഫ് റൊട്ടീനിൽ ഒരു സെൽഫായിട്ട് നമുക്ക് ഒരു സെൽഫ് കെയറിൽ ആവശ്യമുള്ളൊരു സംഭവമാണ് നല്ല ഒരു ക്വാളിറ്റി സ്ലീപ്പ്. നമ്പർ 8, റൈറ്റ് എക്സാം നീറ്റ്ലി. നിങ്ങളുടെ എക്സാം എപ്പോഴും നീറ്റായിട്ട് എഴുതാൻ നോക്കുക. അതായത് എപ്പോഴും നമ്മളുടെ കൈയക്ഷരം വെച്ചിട്ടാണ് ഒരാൾ നമ്മളെ അളക്കുന്നത്. നന്നായി പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലയോ എങ്ങനെയാണെങ്കിൽ അളക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ടീച്ചർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ല ആരാന്നൊന്നും. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലാവും, ഓ ഈ കുട്ടി നന്നായി എഴുതിയിട്ടുണ്ട്, നല്ല നീറ്റായി എഴുതിയിട്ടുണ്ട്, സോ കുട്ടി നന്നായി പഠിച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ നീറ്റ് അല്ലാണ്ട് എഴുതുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുള്ളൂ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ടീച്ചർ വിചാരിച്ചത്. ബട്ട് നമ്മൾ നീറ്റ് അല്ലാത്തതിലായിരിക്കും നല്ല ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ളത് നീറ്റ് ഉള്ളതിലായിരിക്കും അങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ എഴുതിക്കുന്നത്. ബട്ട് നമ്മൾ നീറ്റായി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് കൂടുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ടിപ്സുകൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.